നമസ്കാരം. വീണ്ടും ഹർഷാരവങ്ങളുമായി ക്രിസ്തുമസ്. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ലൂക്ക 2:14. മഞ്ഞ് പെയ്തു വീഴുന്ന തണുപ്പുള്ള രാത്രികളുടെ മാസം ഡിസംബർ. ഇതുപോലൊരു ഡിസംബറിലെ കുളിരുള്ള രാത്രിയിൽ രക്ഷകൻ ബത്ലഹേമിൽ പിറന്നു, ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാൻ. വർഷങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് ഒരുപാട് ക്രിസ്തുമസ് രാത്രികൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അന്ന് മാലാഖമാർ ഇടയന്മാരോട് പാടിയ ഗാനം നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും അലയടിച്ചുയരുകയാണ്. സന്മനസ്സുള്ളവർക്ക് സമാധാനം. വീണ്ടും വീണ്ടും അതുതന്നെ മുഴങ്ങുകയാണ്. സന്മനസ്സുള്ളവർക്ക് സമാധാനം. വെളിച്ചത്തിന്റെ ഭൂമിയിൽ ഇരുളു വീഴുമ്പോഴും വാനവഗീതത്തിന് മാറ്റമില്ല. ഈ വാക്കുകളും അവയുടെ അർത്ഥവും വളരെ ലളിതം. സന്മനസ് എന്നാൽ നല്ല മനസ്സ്, അതിനുപരി അപരന്റെ തിന്മ ആഗ്രഹിക്കാത്ത മനസ്സ്. ഈ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. സന്മനസ്സില്ലാത്തവന് സമാധാനവും ഉണ്ടാവുകയില്ല. പരസ്പരം യോജിച്ചു പോകുന്ന രണ്ട് കാര്യങ്ങൾ ഈ ഗീതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായി, സന്മനസ്സുള്ളവനെ സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഒരുവന്റെ സന്മനസ് വഴി അവന്റെ കൂടെ ജീവിക്കുന്നവരും സന്മനസ്സിലേക്കും സമാധാനത്തിലേക്കും കടന്നു വരും. വചനം നമുക്കതാണല്ലോ കാണിച്ചു തരുന്നത്. മംഗളവാർത്തയ്ക്ക് സമ്മതം മൂളാൻ സന്മനസ് കാണിച്ചപ്പോൾ മറിയം സമാധാനമുള്ളവളായി. മറിയത്തെ ഉപേക്ഷിക്കാതിരിക്കാൻ ജോസഫ് സന്മനസ് പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതവും സമാധാനപൂരിതമായി. കിഴക്ക് നക്ഷത്രം കണ്ടപ്പോൾ എവിടെയോ രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് അതിനെ പിന്തുടരാൻ സന്മനസ് കാട്ടി 3 രാജാക്കന്മാർ. മാലാഖമാരുടെ സന്ദേശം കേട്ട് പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ യേശുവിനെ കാണാൻ രാത്രിയിൽ തന്നെ ഇടയന്മാർ സന്മനസ് കാണിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലേക്കും സമാധാനം കടന്നു വന്നു. രണ്ടാമതായി, സന്മനസ് ഇല്ലാത്തവന് സമാധാനം ഉണ്ടാവുകയില്ല. ഒരുവന്റെ ദുഷ്ട മനസ്സ് വഴി കൂടെ ജീവിക്കുന്നവനും ദുഷ്ട മനസ്സിലേക്കും അസമാധാനത്തിലേക്കും വഴുതി വീഴുന്നു. ഒരു രാജാവ് ജനിച്ചുവെന്ന് കേട്ടപ്പോൾ സമാധാനം നഷ്ടപ്പെട്ടു ഹെറോദസിന്. സന്മനസ്സില്ലാത്തവൻ ഉടൻ കൽപ്പന പുറപ്പെടുവിക്കുകയായി, എല്ലാ ശിശുക്കളെയും വധിക്കാൻ. ഹെറോദസിന്റെ അസ്വസ്ഥത ജെറുസലേം നിവാസികളിലേക്ക് മുഴുവൻ പടർന്നു പിടിച്ചതായി സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. സമാധാനമില്ലാത്ത ലോകത്താണ് നാം ജീവിക്കുന്നത്. സകല മനുഷ്യവർഗത്തിന്റെയും രക്ഷകനായി പിറന്നു വീണ ക്രിസ്തു വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സന്മനസ്സില്ലാതെ ജീവിക്കുവാനല്ല. സന്മനസ്സില്ലാത്തവൻ അപരന്റെ സന്മനസ്സു കൂടി കെടുത്തും എന്ന കാര്യവും മറന്നു പോകരുത്. ക്രിസ്മസ് ദിനത്തിൽ മാത്രമല്ല, ഓരോ ദിവസവും മാലാഖമാർ വെള്ളിമേഘങ്ങളുടെ അകമ്പടിയോടെ പാടിത്തിമർക്കുകയാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം. പക്ഷേ ലോക ബഹളത്തിനു മുമ്പിൽ ആ ഗാനം സ്വയം ഇല്ലാതാകുന്നു, ആരും കേൾക്കാതാകുന്നു. എങ്കിലും സ്വന്തം ജീവിതത്തിന്റെ വയലേലകളിലിരുന്ന് നിശബ്ദ രാത്രികളിൽ കാതോർക്കുന്നവന് കേൾക്കാനാകും ഈ സർഗസംഗീതം, ഈ സ്വർഗ സംഗീതം. ഡിസംബർ മാസത്തിലെ ക്രിസ്തുമസ് രാത്രിയിലെങ്കിലും ഈ ഗാനം കേൾക്കാൻ നമുക്കിടയാകട്ടെ. പലവട്ടം പാടി പാഴായിപ്പോയ ഈ ഗാനം ഇനിയെങ്കിലും ലക്ഷ്യം കാണട്ടെ. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും നമുക്ക് സന്മനസ്സുള്ളവരായി മാറാം. മാലാഖമാരോടൊത്ത് നമുക്കും പാടാം, സന്മനസ്സുള്ളവർക്ക് സമാധാനം. പാടുക മാത്രമല്ല, സന്മനസ്സുള്ളവരാകാം, സമാധാനമുള്ളവരാകാം. ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്നവരാകാം. ആമേൻ.